വാൽപ്പാറ ദുരന്തത്തിൽ ഇനിയിപ്പോൾ 1-2 ദിവസം അതിൻ്റെ ഒരു ചർച്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതും കഴിയും. ആ ദുരന്തം അങ്ങനെയുണ്ട് നമ്മൾ മറക്കും. ഈ ദുരന്തമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മെയിനായിട്ട് നമ്മൾ വണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യില്ല. യൂസ്ഡ് ടയറുകൾ മേടിച്ച് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർക്ക് ഒരു കറക്റ്റ് റെസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ 1-2 മണിക്കൂർ ഗ്യാപ്പിലായിരിക്കും അടുത്ത ട്രിപ്പ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വണ്ടിയിലെ ഓണർമാരാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പ് വിളിക്കുന്ന ആളുകളും പിന്നെ ആവിധ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിളിക്കുമ്പോൾ കുറച്ചൊക്കെ നല്ല പിന്നെ വണ്ടിയും ആളൊക്കെ നോക്കി കൈകാര്യം ചെയ്യുക. നമ്മൾ നമ്മളെ വാടകൻ്റെ കുറവ് നോക്കിയിട്ട് ഏതെങ്കിലും വണ്ടി പഴയ വണ്ടിയൊന്നും വിളിക്കരുത്. വണ്ടി പുതിയതായാലും ഇതിൻ്റെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ പഴയതായിരിക്കും. നമ്മുടെ നാട്ടിൽ എക്സ്ട്രാ ഫിറ്റിങ് വിൽക്കാൻ പറ്റും അല്ലേ? ഒരു ഷോപ്പ് തുടങ്ങാം, അത് സെയിൽ ചെയ്യുക. പക്ഷെ അത് ഫിറ്റ് ചെയ്തെങ്ങാണ്ട് റോട്ടിൽ വണ്ടി ഇറങ്ങാൻ പാടില്ല, അപ്പോൾ ഫൈൻ കിട്ടും. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതേപോലെ തന്നെ യൂസ്ഡ് ടയർ വിൽക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ട്. ആ കടയിൽ ഏത് വിധേനയുള്ള ടയറാണ് സെയിൽ ചെയ്യണമെന്നുള്ളത് നോക്കാനുള്ളൊരു അതോറിറ്റിയൊന്നും നമ്മുടെ നാട്ടിലില്ല. ഒരു ഷോപ്പ് തുടങ്ങുക, അതിൽ പല ടയറും പല ഭാഗത്തുനിന്ന് വരുന്ന പാച്ചായ ടയറുണ്ടാവും, റീസോൾ ചെയ്ത ടയറുണ്ടാവും, കട്ട വരച്ച ടയറുണ്ടാവും. അങ്ങനെയുള്ള ടയറുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ 2000-3000 റുപ്യൻ്റെ ഒരു ഡിഫറൻറ്റ് കാണുമ്പോൾ ഈ മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം ടാക്സൊക്കെ വരുന്നവർക്ക് ഇത് വലിയ പ്രശ്നമാണ്. അതേമാതിരി മാസത്തിൽ വണ്ടിക്ക് അടവുള്ള ആളുകളുണ്ടാവും. അത് പ്രശ്നമുള്ളവർക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഡ് ടയറുകൾ ഇടും. ഇതൊക്കെ പോവും. ഇതൊക്കെ ഇങ്ങനെ പോവും എന്നുള്ളൊരു തോന്നലാണ് എല്ലാവരെയും പ്രശ്നം. കാരണം അവർ എത്താത്തതുകൊണ്ടാണ്. ഇത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാന്ന് പറയും. ചില കാര്യങ്ങൾക്ക് കിട്ടൂല. പിന്നെ 3 മാസത്തെ ടാക്സ് വലിയൊരു പ്രതിസന്ധിയുള്ള ആളുകളാണ്. കാരണം ചിലപ്പം ഫുൾ ടൈം ഓട്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി ഓട്ടം വരികയാണെങ്കിൽ ഒന്നായിട്ട് മേലെ വരും. അപ്പോൾ ഈ പോയോൻ തന്നെ കാരണം അടുത്ത ട്രിപ്പായിട്ടും പോവുക. വേറെ ഡ്രൈവർ മാറിപ്പോകാനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ടീമിനോട് കൊല്ലങ്ങളായിട്ട് ചിലപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ കാരപ്പം നടത്തിയിട്ടുണ്ടാവുക. ടൂറ് പോക്ക് അത് പ്ലാൻ ചെയ്ത് നമ്മളെ കുടുംബത്തിനായിട്ട് നമ്മളൊരു എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ അതിന് ഭക്ഷണവും കാര്യമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈവർക്കും കൂടി കുറച്ച് റെസ്റ്റ് കൊടുക്കുക. പോണ പോക്കിൽ അവനക്ക് വേണ്ട വെള്ളമോ അവനക്ക് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ അവനക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ട് നമ്മൾ അവനോട് കാണണം. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ ജീവൻ അവൻ്റെ കയ്യിലാണ്. നമ്മുടെ ജീവന് അവൻ്റെ കയ്യിലാണ്. കാരണം ഞാൻ ഡ്രൈവറാണ്, പിന്നെ നാട്ടിലും ഡ്രൈവറാണ്, ഇവിടെയും ഡ്രൈവറാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കറക്റ്റാണ്. 3 വർഷമാണ് ഒരു ടയറിൻ്റെ കാലാവധി. അത് കഴിഞ്ഞാൽ പിന്നെ ആ ടയർ ഇടാൻ പാടില്ല. ആ ടയർ ഇട്ടുകൊണ്ട് നമ്മൾ വർഷം പാസിംഗ് ഉണ്ട് ഇവിടെ. ആ പാസിംഗ് നിന്ന് കഴിഞ്ഞാൽ വണ്ടി പാസ്സായി തരില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ടാക്സി വണ്ടിക്ക് കൊല്ലം പാസിംഗ് ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് വണ്ടികൾക്കൊക്കെ 15 വർഷത്തിൽ കൂടുമ്പോഴാണ് പിന്നെ വണ്ടി ഇതേപോലെ ഒരു പാസിങ്ങിന് പിന്നെ നമ്മൾ കൊണ്ടുപോകണത്. അപ്പോൾ ആ സിസ്റ്റമൊക്കെ ഒന്ന് മാറണം. ഈ ഒരു വണ്ടി പുതിയത് ഇറങ്ങിക്കഴിഞ്ഞാൽ 2, 3 അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഒരു ടയറിന് കാലാവധിയുള്ളൂ. അത് കഴിഞ്ഞാൽ ടയർ മാറ്റണം. പക്ഷെ നമ്മളവിടെ കിലോമീറ്റർ ഓടിയിട്ടില്ല, അല്ലെങ്കിൽ 30,000 ഓടും, ആകെ 10,000 ഓടിയിട്ടുള്ളൂ. അതല്ല നോക്കേണ്ടത്. ആ വണ്ടിയുടെ ടയറിൻ്റെ പഴക്കമാണ് നോക്കേണ്ടത്. അല്ലാതെ അത് കട്ടുണ്ടോ. നമ്മളെല്ലാവരും വണ്ടി എടുക്കുമ്പോൾ എന്താ പോയി നോക്കുക, 4 ടയർ കട്ടുണ്ട്, അവിടെ ഒരു 80% കട്ടുണ്ടെന്ന് പറയും. 80% കട്ടല്ല നോക്കേണ്ടത്. ആ വണ്ടിയുടെ ടയർ ഏത് വർഷത്തിൽ മാനുഫാക്ചർ ചെയ്താൽ നോക്കേണ്ടത്. ഇതൊന്നും നോക്കൂല. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഈ ടാക്സിക്കാർക്ക് ഈ പ്രശ്നം വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നെ ലോണുണ്ടാവും, വെഹിക്കിളിന് ലോണുണ്ടാവും. അതുപോലെ ഈ 3 മാസം കൂടുമ്പോഴുള്ള ടാക്സ്, പിന്നെ ഇവരെ ഡ്രൈവറെ ഭത്തിയും കാര്യങ്ങളും കൂലിയും കാര്യങ്ങളും അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ട് ഒരുപാട് കാര്യമുണ്ടാകും. പിന്നെ ഈ വാടകയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു 30 പറഞ്ഞാൽ അപ്പുറത്ത് 25 പോകാൻ ആളുണ്ട്. ഏതൊരു മേഖലയും നോക്കേണ്ടി അതാത് മേഖലയിൽ കുറേ പാരകളുണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ 2 ദിവസം ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മളത് മറക്കും. അപ്പോൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസ്ഡ് ടയറുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യൂസ്ഡ് ടയറുകളൊക്കെ മേടിച്ചിടുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ജീവന് നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് വണ്ടി മേടിക്കുന്നത്. പക്ഷേ അതിനൊരു ടയർ ആന വാങ്ങും തോട്ടി വാങ്ങൂല എന്ന് പറഞ്ഞ പോലെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങണ വണ്ടിക്ക് ഇപ്പോൾ ഒരു ചെറുവണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു 4000 മുതൽ 8000 റുപ്യൻ്റെ ഉള്ളിലാണ് ടയറിൻ്റെ റേറ്റ്. വലിയ 10,000 റുപ്യ ഒരു ടയറിൻ്റെ റേറ്റ്. വലിയ വണ്ടികൾക്കാവുമ്പോൾ 10 മുതൽ 25 വരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വിധ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ടുള്ള സംഗതി ഇട്ട് കഴിഞ്ഞാൽ 3 വർഷത്തിന് ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. ഒരു പേടി വേണ്ട. 3 വർഷം കമ്പനി തരുന്നുണ്ടെങ്കിൽ അത് 4-5 വർഷമൊക്കെ പോകും. പക്ഷേ ഒരുപാട് ഓടി വന്ന ടയറുകൾ വീണ്ടും നമ്മൾ റിസോൾവ് ചെയ്തിട്ടും പാച്ച് അടച്ചിട്ടും വരച്ചിട്ടൊക്കെ ആയിട്ട് ഓടുമ്പോൾ അതിന് കണ്ടീഷൻ ഇല്ല. അത് റോഡിനായിട്ട് കാലാവസ്ഥയും കൂടി ചൂടല്ല, അതുകൂടി നോക്കണ്ടേ. ആ കാലാവസ്ഥനായിട്ട് നോക്കുമ്പോൾ അതെന്തായാലും പൊട്ടിത്തെറിക്കും. അതല്ലെങ്കിൽ അതേപോലെ തന്നെ വണ്ടികൾ പിന്നെ ഇറക്കിറങ്ങുമ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പറയാനുണ്ട്. കാരണം ഡ്രൈവർ പണി എടുത്തവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ചൊരു വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അതവിടെ എല്ലാവരും മറക്കും.
നമ്മൾ വേറൊരു പുതിയ ന്യൂസ് കിട്ടും, അതിൻ്റെ പുറകെ പോകും. അപ്പോൾ യാത്ര പോകുന്നവരൊക്കെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ വണ്ടിയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, അതുപോലെ ഡ്രൈവറെയും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ജീവനായിട്ട് പോകുന്ന ആളാണ്, നമ്മളെ കൂടെ ഒരാളായിട്ട് കണ്ടാൽ മതി.